ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാനുവലി ഓപ്പറേറ്റഡ് ത്രീ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിനെ പറ്റിയാണ്. ഈ സ്റ്റാർട്ടർ സാധാരണ ഉപയോഗിക്കുന്നത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഏവർക്കും നാദ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ത്രീ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഫിസിക്കൽ ബോഡിയാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ റോട്ടറി നോബ് കാണാം. ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. താഴെ ഒരു സ്കെയിലുണ്ട്. ഇത് നോക്കി നോബ് നമുക്ക് ടേൺ ചെയ്യാൻ കഴിയും. നോബ് ടേൺ ചെയ്യുന്നതനുസരിച്ച് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സൈഡിൽ രണ്ട് ഹാൻഡിൽ കാണാം. അത് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. താഴെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എ ബി സി എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ കാണിച്ചിട്ടുള്ള ABC ഇൻപുട്ട് കൊടുക്കുന്നതിനുള്ള നോബാണ്. സ്മോൾ ലെറ്റർ ABC ഔട്ട്പുട്ട് എടുക്കുന്നതിനുള്ള നോബാണ്. താഴെ ന്യൂട്രൽ പോയിന്റും കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പിക്ചറിൽ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം കാണിച്ചിരിക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ RST ഇൻപുട്ട് കൊടുക്കാം. UVW ഔട്ട്പുട്ട് എടുക്കുന്ന ടെർമിനലാണ്. ഈ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മൾ മോട്ടറിൻ്റെ ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. ഹലോ, ഇവിടെ എഗെയിൻ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഫിസിക്കൽ ബോഡി കാണിച്ചിരിക്കുന്നു. റോട്ടറിൻ്റെ നോബ്, സ്കെയില്, ഔട്ട്പുട്ട് ടെർമിനൽ എല്ലാം കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് കാണുന്നത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ RYB ടെർമിനലുകളിൽ ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. റോട്ടറി നോബ് ടേൺ ചെയ്യുമ്പോൾ വൈൻഡിങ്ങിലെ പോയിൻ്റ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായ വോൾട്ടേജ് എടുക്കാനായിട്ട് കഴിയുന്നു. ഇങ്ങനെ എടുക്കുന്ന വോൾട്ടേജാണ് സ്മോൾ ലെറ്റർ RYB ടെർമിനലുകളിൽ കൂടി കിട്ടുന്നത്. ഇതാണ് മോട്ടറിൻ്റെ ടെർമിനലിലേക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്തിനാണ് ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് സമയത്ത് ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ലൈൻ വോൾട്ടേജിൻ്റെ 50 മുതൽ 80% മാത്രം കറണ്ടിനെ അല്ലെങ്കിൽ വോൾട്ടേജിനെ കൊടുക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. മോട്ടർ അതിൻ്റെ നോർമൽ സ്പീഡിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വോൾട്ടേജ് അങ്ങോട്ട് മോട്ടറിലേക്ക് കൊടുക്കുന്നു. ചിത്രത്തിൽ ഒരു ത്രീ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റാർട്ടറും അതിനോടനുബന്ധിച്ചുള്ള ത്രീ ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറുമാണ് കാണിച്ചിട്ടുള്ളത്. ബ്ലൂ സർക്കിളിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതിൽ റോട്ടർ കാണിച്ചിട്ടുണ്ട്. ഓൾസോ സ്റ്റാർട്ടർ വൈൻഡിങ് കാണിച്ചിട്ടുണ്ട്. അത് സ്റ്റാർ കണക്റ്റഡ് ആണ്. 1-1', 2-2', 3-3'. 3 വൈൻഡിങ് 1', 2', 3' എന്നിവ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് സ്റ്റാർ കണക്ഷൻ ആക്കിയിരിക്കുന്നു. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറിന് അകത്തുള്ള ചേഞ്ച് ഓവർ സ്വിച്ച് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെർമിനലാണ് 1, 2, 3, 4, 5, 6 എന്നീ ടെർമിനലും കാണിച്ചിട്ടുണ്ട്. മുകളിൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. അതിൻ്റെ ടെർമിനൽ 1, 2, 3, 4, 5, 6 എന്നിവയാണ്. താഴെ ഓട്ടോ ട്രാൻസ്ഫോമർ റൺ പൊസിഷനിൽ ഇടുമ്പോൾ ഉള്ള സിനേരിയോ ആണ് 1, 1, 2, 2, 3, 3. ഇനി വർക്കിംഗ് പറയാം. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് പൊസിഷനിൽ ഇടുമ്പോൾ ത്രീ ഫേസ് സപ്ലൈയുടെ ഫസ്റ്റ് ഫേസ് ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ 1-ാം ടെർമിനലിൽ നിന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ 1-ാം ടെർമിനലിൽ എത്തുകയും സെക്കൻഡറിയിൽ കൂടി സെക്കൻഡ് ടെർമിനലിൽ എത്തി അവിടെ നിന്ന് മോട്ടറിൻ്റെ 1-1 വൈൻഡിങ് എത്തുകയും ചെയ്യുന്നു. അതേപോലെ
ത്രീ ഫേസ് സപ്ലൈയുടെ സെക്കൻഡ് ഫേസ് ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ മൂന്നാം ടെർമിനലിൽ നിന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ മൂന്നാം ടെർമിനലിൽ എത്തുകയും സെക്കൻഡറിയിൽ കൂടി ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ 4-ൽ എത്തി അവിടെ നിന്ന് മോട്ടറിൻ്റെ 2 വൈൻഡിങ് എത്തുകയും ചെയ്യുന്നു. അതേപോലെ ത്രീ ഫേസ് സപ്ലൈയുടെ മൂന്നാം ഫേസ് ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ 5-ാം ടെർമിനലിൽ നിന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ 5-ാം ടെർമിനൽ കൂടി വഴി സെക്കൻഡറിയിൽ കൂടി ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ 6-ലെത്തി അവിടെ നിന്ന് മോട്ടറിൻ്റെ 3 വൈൻഡിങ്ങിൽ എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ലൈൻ വോൾട്ടേജിൻ്റെ 50 മുതൽ 80% മാത്രം വോൾട്ടേജാണ് കിട്ടുന്നത്. മോട്ടോർ ടെർമിനലിൽ എത്തുകയും ചെയ്യുന്നു. മോട്ടോർ റൺ ചെയ്ത് നോർമൽ സ്പീഡിൽ എത്തുമ്പോൾ ചേഞ്ച് ഓവർ സ്വിച്ച് റൺ പൊസിഷനിലേക്ക് മാറ്റണം. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കട്ട് ചെയ്യുന്നു. ലിവർ മെക്കാനിസംസ് വഴി ഫസ്റ്റ് ഫേസ് താഴെ കാണുന്ന 1-1 ടെർമിനൽ വഴി ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ വന്ന് അവിടെ നിന്ന് മോട്ടറിൻ്റെ 1 വൈൻഡിങ്ങിൽ എത്തുകയും ചെയ്യുന്നു. അതേപോലെ സെക്കൻഡ് ഫേസ് 2 ടെർമിനൽ വഴി ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ 4-ാം ടെർമിനലിൽ എത്തുകയും അവിടെ നിന്ന് 2 വൈൻഡിങ് എത്തുകയും ചെയ്യുന്നു. ഓൾസോ തേർഡ് ഫേസ് 3 ടെർമിനൽ വഴി ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ 6-ാം ടെർമിനലിൽ എത്തുകയും അവിടെ നിന്ന് 3 വൈൻഡിങ്ങിൽ എത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് ലൈൻ വോൾട്ടേജ് ഫുള്ളായിട്ട് മോട്ടറിന് കിട്ടുകയും മോട്ടോർ ഫുൾ സ്പീഡിൽ കറങ്ങുകയും ചെയ്യുന്നു. ലാസ്റ്റ് സ്ലൈഡിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളെ പറ്റി ഒന്ന് പരിശോധിക്കാം. ഓട്ടോ ട്രാൻസ്ഫോമർ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡബിൾ ത്രോ സ്വിച്ച് സ്റ്റാർട്ട് പൊസിഷനും റൺ പൊസിഷനും. സ്റ്റാർട്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ഇടുമ്പോഴാണ്, റൺ പൊസിഷൻ എന്ന് പറയുമ്പോൾ താഴേക്ക് ഇടുമ്പോഴാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് NVC ആണ്. NVCയുടെ ഫുൾ ഫോം നോ വോൾട്ടേജ് കോയിൽ എന്നാവുന്നു. അതിനെ വേറൊരു പേരും പറയുന്നുണ്ട്, NVR നോ വോൾട്ടേജ് റിലേ എന്നും അറിയപ്പെടും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓവർലോഡ് റിലേ ആണ്. ഓവർലോഡ് റിലേയുടെ ഷോർട്ട് ഫോം OLC ആണ്, ഓവർലോഡ് കോയിൽ. അതുപോലെ തന്നെ OLR എന്നും അറിയപ്പെടും, ഓവർലോഡ് റിലേ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് നോക്കുന്നത് നേരെ താഴെയുള്ള സ്റ്റോപ്പ് സ്വിച്ചിലാണ്. സ്റ്റോപ്പ് സ്വിച്ച് NC ആണ്. NC എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് സ്വിച്ചാണ്. ഇതെപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും, ഓപ്പൺ ആയിരിക്കില്ല. എപ്പോഴും ക്ലോസ് ചെയ്താണ് ഈ സ്വിച്ച് കാണാറുള്ളത്. ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം. L1, L2, L3 3 ഫേസ് ലൈനുകളാണ് ഇവ. M1, M2, M3 മോട്ടറിൻ്റെ 3 കണക്ഷൻസ് ആണ്. മോട്ടറിൻ്റെ സപ്ലൈ നമ്മൾ എടുക്കേണ്ടത് M1, M2, M3യിൽ നിന്നാണ്. ഡബിൾ ത്രൂ സ്വിച്ച് സ്റ്റാർട്ട് നിന്ന് റണ്ണിലേക്ക് ഇടുമ്പോൾ ലൈൻ കറണ്ട് കടന്നു പോകുന്ന L1, L2, L3 കടന്നു പോകുന്ന റൂട്ടുകൾ ഈ പിക്ചറിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. L1 സപ്ലൈ ഓവർലോഡ് റിലേ 3-ൽ കൂടി പാസ് ചെയ്ത് M3യിൽ എത്തും. അതേപോലെ L2 സപ്ലൈ ഓവർലോഡ് റിലേ വഴി 2-ൽ കൂടി കടന്നു പാസ് ചെയ്ത് M2യിൽ എത്തും. അതുപോലെ തന്നെ M3 സപ്ലൈ L3 സപ്ലൈ ഓവർലോഡ് റിലേ 1-ൽ കൂടി കടന്നു ചെന്ന് M1ൽ എത്തുന്നു. NVCയുടെ കണക്ഷനും ഒന്ന് പരിശോധിച്ച് നോക്കാം. NVC കണക്ട് ചെയ്തിരിക്കുന്നത് L1നും L2നും എക്രോസ് എന്ന് പറഞ്ഞാൽ പാരലായിട്ടാണ്. ഇവിടെ L1ൽ നിന്നും സപ്ലൈ വന്ന്
NVCയിൽ കൂടി പാസ് ചെയ്ത് സ്റ്റോപ്പ് സ്വിച്ച് വഴി വന്ന് L2യിൽ വരും. അതായത് NVCയും സ്റ്റോപ്പ് സ്വിച്ചും സീരീസ് ആയിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഡബിൾ ത്രോ സ്വിച്ച് റൺ പൊസിഷനിൽ ഇടുമ്പോൾ NVC കോയിൽ എനർജൈസ് ആകുകയും അതിൻ്റെ മാഗ്നറ്റിക് പവർ കൊണ്ട് ഡബിൾ ത്രോ സ്വിച്ച് റൺ പൊസിഷനിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ NVCയിലേക്കുള്ള സപ്ലൈ കട്ട് ആയി NVC ഡീമാഗ്നറ്റൈസ് ആകുകയും ഈ സമയത്ത് റൺ പൊസിഷൻ ഉണ്ടായിരുന്ന ഡബിൾ ത്രോ സ്വിച്ചിൻ്റെ ലിവർ സ്പ്രിംഗ് മെക്കാനിസം കൊണ്ട് ഓഫ് പൊസിഷനിൽ പോയി നിൽക്കുന്നു. സോ മോട്ടറിലേക്കുള്ള എല്ലാ സപ്ലൈയും കട്ടായി മോട്ടോർ സ്റ്റോപ്പായി നിൽക്കുന്നു. അതേപോലെ ഓവർലോഡ് സംഭവിക്കുമ്പോൾ ഈ റിലേയുടെ സഹായത്താൽ NVC സപ്ലൈ കട്ടായി മോട്ടോർ സ്റ്റോപ്പാകുകയും ചെയ്യുന്നു. അതേപോലെ സഫിഷ്യൻ്റ് വോൾട്ടേജിൽ കുറവ് സംഭവിക്കുമ്പോൾ NVC കോയിലിൽ കൂടെ കടന്നു പോകുന്ന ആവശ്യമായ മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലാതെ വരികയും അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഡബിൾ ത്രോ സ്വിച്ച് ഓഫ് പൊസിഷനിലേക്ക് പോയി മോട്ടോർ സ്റ്റോപ്പാകുകയും ചെയ്യുന്നു. അഡ്വാൻറ്റേജ്: കറണ്ടിൻ്റെ തള്ളിക്കയറ്റം ഇത് അവോയ്ഡ് ചെയ്യും. മെക്കാനിക്കൽ ഷോക്കിനെ പ്രിവെൻറ്റ് ചെയ്യും. വോൾട്ടേജ് വ്യതിയാനം തടയും. ഡയറക്റ്റ് ഓൺ ലൈൻ സ്റ്റാർട്ടറിനേക്കാളും സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ്: നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയുടെ ഒരു ഭാഗം മാത്രം എടുത്താണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഇലക്ട്രിക്കലി ഐസൊലേഷൻ ഇല്ല എന്ന് പറയും. ഇത് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാദ് ഇലക്ട്രിക്കൽ അക്കാഡമി.